കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ ബിൽഡിംഗ് കമ്പോണന്റ് റെവിറ്റ് സ്ട്രക്ചറിന്റെ കാര്യങ്ങളാണ്. നമ്മളത് സ്ട്രക്ചറാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ ബിൽഡിംഗിന്റെ ബേസിക് കമ്പോണൻസ്, അതായത് ബീംസ്, കോളംസ്, ഫുട്ടിംഗ്, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ മോഡൽ ചെയ്യുന്നതും അതിന്റെ പ്രോപ്പർട്ടീസ് മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതർ കമ്പോണൻസ്, അതായത് നമുക്ക് സ്ട്രക്ചറിൽ ഇനി സ്ലാബ് നോക്കാനുണ്ട്, റൂഫ് സ്ലാബ് നോക്കാനുണ്ട്, പിന്നെ സ്ലോപ്ഡ് റൂഫ് എങ്ങനെയാണ് നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ അത് നോക്കാനുണ്ട്. പിന്നെ സ്റ്റീല് ഇപ്പം റിന്റു എടുക്കുന്നുണ്ട്, അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്റ്റെയേഴ്സ്, നമ്മൾ ആർക്കിടെക്ചറിലാണെങ്കിലും സ്ട്രക്ചറിലാണെങ്കിലും സ്റ്റെയേഴ്സ് രണ്ടും സെയിം ആണ്, മെത്തേഡ് എല്ലാം സെയിം ആണ്. അപ്പം നമുക്ക് അതിൽ എടുക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റൂഫ് നോക്കാം. റൂഫിൽ നമുക്ക് ഫ്ലാറ്റ് റൂഫ് ഉണ്ട്, സ്ലോപ്പ് റൂഫ് ഉണ്ട്. പിന്നെ മാത്രമല്ല ഫ്ലോർ ആണെങ്കിലും എങ്ങനെ വരും, ഇങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം യൂണിറ്റ് സെറ്റ് ചെയ്യുക. യൂണിറ്റിൽ മീറ്ററിലാണെങ്കിൽ മീറ്റർ എടുക്കുക, ഡെസിമൽ പ്ലേസ് ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് ലെവല് സെറ്റ് ചെയ്യുക. ലെവല് അതായത് വാൾ ടു വാൾ ഹൈറ്റ് ഓക്കെ ആണോ, 3 മീറ്റർ ആണോ നോക്കുക. ഓക്കെ, അതെടുക്കാം. പിന്നെ നമ്മൾ വാൾ എവിടെയാണ് എടുക്കേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ലെവൽ ടു ടോപ്പ് കൺസ്ട്രെയിൻ എവിടെയാണോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ വാൾ വരയ്ക്കുന്നത്. അത് നമ്മൾ ഈ റെവിറ്റ് സ്ട്രക്ചറിൽ കമ്പോണൻസ് വരയ്ക്കുന്നത്. പക്ഷെ റെവിറ്റ് ആർക്കിടെക്ചറിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഈ ലെവൽ 2 എടുക്കുക. അതിൽ സ്ട്രക്ചറിൽ വാൾസ് എടുക്കുക, വാൾ സ്ട്രക്ചറിൽ എടുക്കുക. അതിൽ ഒരു റഫ് ആയിട്ടൊരു വോള് ജസ്റ്റ് വരച്ചിടുക. അതിന്റെ ലെവൽ കറക്റ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ബേസ് കൺസ്ട്രെയിൻ ലെവൽ 2 ആണ്. ലെവൽ 2 ടു ലെവൽ 1 ഓഫ്സെറ്റ് 0 ആയിരിക്കും. ലെവൽ 1 സോറി ലെവൽ 2. ഓക്കെ, ഇങ്ങനൊരു റെക്ടാങ്കുലർ ജസ്റ്റ് ഒരു റൂം പോലെ വരച്ചിടാം. ഇത് 200 തിക്നെസ്സിലുള്ള ഒരു വാളാണ്. ഇതില് നമുക്ക് വേണമെങ്കിൽ വാളിന്റെ തിക്നെസ് മാറ്റാം. ഇപ്പം എനിക്ക് 100ന്റെ വാളില്ല, അപ്പൊ എങ്ങനെയാ വാളിന്റെ തിക്നെസ് മാറ്റുന്നത്? എഡിറ്റ് ടൈപ്പിൽ പോവാ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, റീനെയിം ചെയ്യുക. വാൾ കറക്റ്റ് ആയിട്ട് റീനെയിം ചെയ്യണം, കാരണം ലാസ്റ്റ് ഷെഡ്യൂൾ എടുക്കുമ്പോൾ നമുക്ക് ബാർബനിക് ഷെഡ്യൂൾ എസ്റ്റിമേഷൻ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതിൽ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീനെയിം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ കൊടുക്കുക. എന്നിട്ട് എഡിറ്റ് പോയി സ്ട്രക്ചറിൽ എഡിറ്റ് പോവുക. അതിൽ തിക്നെസ് മാറ്റി കൊടുക്കുക. ഇതിപ്പോൾ മീറ്ററിലായതുകൊണ്ടാണ് ഇങ്ങനെ 0.2 പോകുന്നത്, അത് 0.1 ആക്കാം. നമുക്ക് വേണമെങ്കിൽ അതിന് മെറ്റീരിയൽ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. തൽക്കാലം ഞാൻ ഇത് തന്നെ ഫോളോ ചെയ്യണം, ഒരു മെറ്റീരിയൽ ഇല്ലാത്ത രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം. നമുക്ക് ഫ്ലോർ എങ്ങനെ കൊടുക്കുന്ന ബേസിക് ആയിട്ട് കാണിക്കും. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പം ഈ ഒരു വാൾ ഇനി 10 mm തിക്കിലുള്ള വാൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം. ഒരു ടോയ്ലറ്റ് പോലെയോ ഒരു ടോയ്ലറ്റ് പോലെ ഡ്രസ്സിംഗ് യൂണിറ്റ് പോലെയോ നമുക്ക് അവിടെ കൊടുക്കാം. ഇത് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ മൂവ് കൊടുത്ത് ഡിസ്റ്റൻസ് പറഞ്ഞ് ഷിഫ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്യുക, മൂവ് എടുക്കുക, ഡിസ്റ്റൻസ് നമുക്ക് എത്ര ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ കീബോർഡിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഡൗൺ ആരോ കീ, അപ്പ് ആൻഡ് ഡൗൺ ആരോ കീ ഉണ്ട്, അങ്ങനെ എടുത്തിട്ട് റഫ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനൊരു റൂം പോലെ കൊടുക്കുക. അതിന് ഡോർ നമുക്ക് ആർക്കിടെക്ചറിൽ പ്ലേസ് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞു ഇതൊരു സ്ട്രക്ചർ ടെംപ്ലേറ്റ് ആയതുകൊണ്ട് ആർക്കിടെക്ചറിന്റെ ആ ഒരു ഇത് ഫുൾ ഫിനിഷ് നമുക്ക് കിട്ടിയില്ല. ഇതിപ്പോ ഞാൻ ജസ്റ്റ് എനിക്ക് ഇതിവിടെ ഡോർ കൊടുക്കാൻ പറ്റും, പക്ഷെ
നമ്മൾ ആർക്കിടെക്ചറിൽ കണ്ട പോലെ ഫുൾ ഫിനിഷ്, അതായത് വുഡൻ ഡോർ, പാനൽ ഡോർ അങ്ങനത്തെ രീതിയിൽ കാണില്ല. ജസ്റ്റ് ഒരു ഓപ്പണിംഗ് പോലെ ആയിരിക്കും. അപ്പൊ നമുക്കത് കൊടുത്തു നോക്കാം. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഡിഫോൾട്ട് ഡോർ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വരുമെന്ന് നോക്കണം ഫസ്റ്റ്. ഇവിടെ ആ ഡോർ കൊടുത്തേ, VG-യിൽ അത് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഓഫ് ആയിരിക്കും, അത് ഓൺ ചെയ്താൽ ശരിയാവും. ഇല്ല, അത് വന്നില്ല. ഇതിൽ ഡോർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമുക്കൊരു ഓപ്പണിംഗ് പോലെ കൊടുക്കാം. ഈ വാൾ സെലക്ട് ചെയ്തിട്ട് ഇതിപ്പോ തൽക്കാലം നമുക്ക് ഹൈഡ് ചെയ്യാം. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വാൾസ് ഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ വാൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഹൈഡ് ഇൻ വ്യൂ, എലമെന്റ്സ് കൊടുക്കുക. നമുക്ക് തിരിച്ച് റിവീൽ ചെയ്യാം. പിന്നെ ഈ ബ്ലൂ കാണുന്നത് അനലിറ്റിക്കൽ ലൈൻ ആണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിന് നമുക്ക് ഓപ്പണിംഗ് കൊടുക്കാം. ഓപ്പണിംഗ് കൊടുക്കാനായിട്ട് സെലക്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ എഡിറ്റ് പ്രൊഫൈൽ കൊടുത്ത് നമുക്കൊരു വീണ്ടും ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വാൾ ഓപ്പണിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഓപ്പണിംഗ് വരച്ചു കൊടുക്കാം. ഇതിന്റെ ഡയമെൻഷൻസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്തും കൊടുക്കാം. ഇതിപ്പം ഫുൾ ഓപ്പണിംഗ് ആണെങ്കിൽ ഫുൾ ഓപ്പണിംഗ് കൊടുക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്തപ്പോ ഇങ്ങനെയാ ഓപ്പണിംഗ് വന്നത്. അതൊരു എലമെന്റ് പോലെ ഇരിക്കും. അത് നമ്മൾ ഇതിനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പ് ആൻഡ് ഡൗൺ സൈഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡയമെൻഷൻ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഇനി ഇവിടെ ഹൈഡ് ചെയ്തത് തിരിച്ച് റിവീൽ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് തിരിച്ച് പഴയ പോലെ ആക്കാനായിട്ട് ഇവിടെ ഒരു ബൾബിന്റെ ചിഹ്നമുണ്ട്. അതെടുക്കുക. എന്നിട്ട് നമ്മളുടെ ഇവിടെ നമുക്ക് റിവീൽ ചെയ്ത് വന്നിട്ടുണ്ടാവും. അതൊന്നുകൂടി സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഹൈഡ് ഇൻ വ്യൂ എലമെന്റ്സ് കൊടുക്കുക. എന്നിട്ട് അത് ഓഫ് ചെയ്യുക. ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന് ഫ്ലോർ കൊടുക്കണം. ഫ്ലോർ കൊടുക്കാനായിട്ട് ഫ്ലോർ എവിടെ? താഴെ. അപ്പൊ താഴെ ഫ്ലോർ കൊടുക്കാനായിട്ട് നമുക്ക് ആ ഫ്ലോറിന് ടോപ്പ് കൺസ്ട്രെയിൻ എവിടെയായിരിക്കും? ടോപ്പ് കൺസ്ട്രെയിൻ ഇപ്പോൾ നമ്മൾ ഫ്ലോർ ഈ ഒരു റൂമിന് ഫ്ലോർ കൊടുക്കുന്നത് ആ ഫ്ലോറിന്റെ ടോപ്പ് ഇവിടെ ആയിരിക്കും അല്ലേ? അപ്പൊ ലെവൽ 1 ആക്ടിവേറ്റ് ചെയ്യുക. നമ്മൾ വരച്ച ലെവൽ 2 അതിന്റെ ബേസ് ഇവിടെ ബേസ് കൺസ്ട്രെയിൻ കറക്റ്റ് ലെവൽ 1-ൽ നിന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇവിടെ നമ്മൾ ലെവൽ 2-ൽ വരച്ചത് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ ഓഫ്സെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ പറ്റില്ലായിരുന്നു. ഓഫ്സെറ്റ് ഫ്രം ലെവൽ 1-ലാണെങ്കിൽ മേലോട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, ഇനി ഫ്ലോർ ആഡ് ചെയ്യുക. ഫ്ലോർ ആഡ് ചെയ്യാനായിട്ട് സ്ട്രക്ചറിൽ ഫ്ലോർ ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. ഫ്ലോർ സ്ട്രക്ചറിൽ എടുക്കുക. നമ്മൾ റീബാറൊക്കെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോർ സ്ട്രക്ചർ തന്നെ കൊടുക്കണം. ഓക്കെ, റീബാർ ഫ്ലോറിന്റെ എയർ മെഷ് പോലെയല്ലേ നമ്മൾ കൊടുക്കുന്നത് സ്ലാബിന്. അപ്പം ഇതെടുക്കുക. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിന്റെ ബൈ ഡിഫോൾട്ട് ഇതൊരു 300 mm തിക്കിലുള്ള ഒരു ഫ്ലോർ ആണ്. അപ്പൊ അതിന്റെ അത് എഡിറ്റ് ചെയ്യണം. അത് എഡിറ്റ് ചെയ്യാനായിട്ട് എഡിറ്റ് ടൈപ്പിൽ പോവാം, ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പം റാഫ് സ്ലാബെങ്കിൽ റാഫ് സ്ലാബ് കൊടുക്കുക, അല്ലെങ്കിൽ നോർമൽ സ്ലാബ് കൊടുക്കുക. ഫ്ലോർ സ്ലാബ് ഒരു 120 mm thickness. എന്നിട്ട് എഡിറ്റിൽ പോവാ. എന്നിട്ട് അവിടെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് തിക്നെസ് ഇവിടെ മാറ്റുന്നത്. വേണമെങ്കിൽ നമുക്ക് കാറ്റഗറി കോൺക്രീറ്റ് കൊടുക്കാം.
ഫ്ലോർ ഫിനിഷ് ഒക്കെ അതിന്റെ മെയിലിൽ വേറെ വരും കേട്ടോ. ഗ്രേഡ് ഏതാണ്, ഇപ്പൊ M25 ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ജസ്റ്റ് യൂസർ ഇത് എവിടെ ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്താലും യൂസർ ഇന്റർഫിയറൻസ് എപ്പോഴും ഓൺ ചെയ്യും. പിന്നെ നമ്മളിപ്പോ ഒരു സെക്ഷൻ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു പ്രിവ്യൂലായിരിക്കും വരുന്നത്. ഇങ്ങനെ ഒരു പ്രിവ്യൂ ആയിരിക്കും വരുന്നത്. അപ്ലൈ, ഓക്കെ ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഫ്ലോർ വരയ്ക്കണ മുന്നേ നമ്മളിത് വരച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാറ്റാം സെലക്ട് ചെയ്തിട്ട്. ഇപ്പൊ വരയ്ക്കണ മുന്നേ നമുക്കിത് കൊടുക്കാം. അപ്പം ഫ്ലോർ കൊടുക്കാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ലൈൻസ് വെച്ചിട്ട്, ഇതിപ്പോ വേറെ വേറെ മെറ്റീരിയൽ ആണെങ്കിൽ ലൈൻസ് വെച്ചിട്ട് നമുക്കിപ്പോ ഇവിടെ ഗ്രാനൈറ്റും ഇവിടെ ഇതിന്റെ അകത്ത് ടോയ്ലറ്റിന്റെ അകത്ത് ടൈലാണ് എടുക്കണമെങ്കിൽ വേറൊരു ഇതായിട്ട് വേറൊരു മെറ്റീരിയൽ ആയിട്ട് വരച്ചു കൊടുക്കാം. ഇങ്ങനെ കറക്റ്റ് സ്നാപ്പ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിക്ക് ലൈൻസ് എടുത്തിട്ട് ജസ്റ്റ് അത് പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലോസ് ലൂപ്പ് വരയ്ക്കണം എപ്പോഴും. ഫ്ലോറിന് ലൈൻസ് ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. താഴത്തെ ഡിലീറ്റ് ആക്കിയിട്ട് ഫില്ലറ്റ് ചെയ്യാം. നമുക്ക് ഡ്രാഫ്റ്റിങ്ങിന് എങ്ങനെ വേണമെങ്കിലും കമാൻഡ്സ് യൂസ് ചെയ്യാം. ഇവിടെ എന്താ ലൈൻ മസ്റ്റ് ബി ക്ലോസ് ലൂപ്പ്, ഇവിടെ കറക്റ്റായിട്ട് ജോയിൻ ആയില്ല. കണ്ടിന്യൂ ഡ്രാഫ്റ്റിംഗ്, ഫില്ലറ്റ് കൊടുക്കുക. എല്ലാ ജോയിൻസും ഫില്ലറ്റ് കൊടുക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെയിം മെറ്റീരിയൽ ആണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് റെക്ടാങ്കിൾ വരച്ചു കൊടുക്കാവുന്നൂ. പിന്നെ ഇങ്ങനെ ഒരു ഇത് വരും. ഫ്ലോർ വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പറയാണ് ഇപ്പം ടോയ്ലറ്റിന് ഗ്രാനൈറ്റ് വേറെ സോറി ടൈല് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രക്ചർ പോവാ, ഫ്ലോർ എടുക്കുക, ഈ റെക്ടാങ്കിൾ എടുത്ത് നേരെ ഇത്രേ ഉള്ളൂ, ഫുൾ ടൈൽ വരയ്ക്കാവുന്നുള്ളൂ. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ കട്ടിങ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അത് ഫസ്റ്റ് ഒരു ഫ്ലോർ ടൈപ്പ് ഫിനിഷ് ചെയ്തതിന് ശേഷം അടുത്ത ഫ്ലോർ ടൈപ്പ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അല്ലാതെ ഇതിൽ തന്നെ വരച്ചു പോരുത്. അത് നമ്മൾ ഇത് വരച്ചു, ഇതിന്റെ ബൗണ്ടറി എല്ലാം വരച്ചിട്ട് ഗ്രാനൈറ്റിന് വേണ്ടിയിട്ട് വേറെ റെക്ടാങ്കിൾ എടുക്കരുത്. അത് ഫസ്റ്റ് ഫിനിഷ് ചെയ്യുക. അവിടെ ടിക്ക് നിങ്ങൾ കണ്ടായിരിക്കും. അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്കത് വീണ്ടും വേറെ ഫ്ലോർ ആയിട്ട് അസൈൻ ചെയ്യാം. അതിന് വേറെ എഡിറ്റ് ടൈപ്പ് ചെന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ടൈൽ ഫ്ലോർ ടൈൽ ബാത്റൂം ടൈൽ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്ത് അതിന് സെപ്പറേറ്റ് ഫ്ലോർ ആയിട്ട് കൊടുക്കാം. സെയിം തിക്നെസ് ആണെങ്കിലും പേര് മാറ്റി കൊടുക്കുക, കാരണം മെറ്റീരിയൽ വേറെ ആയതുകൊണ്ട്. ഇപ്പൊ അതല്ല, മെറ്റീരിയൽ മാറ്റാൻ ഇതില്ല, എല്ലാം സെയിം മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വരച്ചു പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഡിറ്റ് ചെയ്യണം. അപ്പൊ എഡിറ്റ് ചെയ്യാനായിട്ട് അത് സെലക്ട് ചെയ്യുക. ഫ്ലോർ നമ്മൾ വരച്ച ഫ്ലോർ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ബൗണ്ടറി എടുക്കുക. എന്നിട്ട് ഈ ബെൻഡ് ചെയ്തതൊക്കെ ഡിലീറ്റ് ആക്കി കളയാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ലൈനിന്റെ തിക്നെസ് ഒന്നുകൂടി കൂട്ടാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇത് വേണമെങ്കിൽ ഇത് നമുക്ക് പിക്ക് ലൈൻസ് വെച്ചിട്ട് കൊടുത്താൽ ഇത് ഓവർലാപ്പ് ആവും. അത് പറ്റില്ല. ഒന്നെങ്കിൽ ഇത് ഡിലീറ്റ് ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഡിലീറ്റ് ആക്കിയിട്ട് പിക്ക് ലൈൻസ് വെച്ചിട്ട് ആ എഡ്ജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതൊന്ന് ഫില്ലറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ഏതാണ് എളുപ്പം അത് ചൂസ് ചെയ്യുക. പിന്നെ ജസ്റ്റ് കോർണേഴ്സ് ഒന്ന് ഫില്ലറ്റ് ചെയ്തേക്ക് ഫിനിഷ് കൊടുക്കുക. അപ്പൊ ഇത് ഒറ്റ സ്ലാബ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഫ്ലോർ സ്ലാബ് നമുക്ക് കിട്ടി. വേറെ വേറെ മെറ്റീരിയലിന് അങ്ങനെ തന്നെ കൊടുക്കാതെ 2 പീസായിട്ട് അത് വന്നോളൂ. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഒറ്റ ഇതായിട്ടായിരിക്കും വന്നത്, കാരണം ഒറ്റ ഫിനിഷിലാണ് ഇത് കൊടുത്തത്. ഓക്കെ, ഇനി റൂഫ് സ്ലാബ് എങ്ങനെ കൊടുക്കും നോക്കാം. ഞാനിപ്പോ ഇത് തൽക്കാലം ഹൈഡ് ചെയ്യാണ്. ഇനി റൂഫ് സ്ലാബ് എങ്ങനെ കൊടുക്കും നോക്കാം. റൂഫ് സ്ലാബ് കൊടുക്കാനായിട്ട് മറ്റേ ഇത് ഒന്നുകൂടി വേണം. റൂഫ് സ്ലാബ് കൊടുക്കാനായിട്ട് ഇതിന്റെ മേലൊരു ഫ്ലാറ്റ് സ്ലാബാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എവിടെയാ ഫ്ലാറ്റ് സ്ലാബിന്റെ ബേസ് നിൽക്കുന്നത് അവിടെ നമ്മൾ ബേസ് ആണ് നോക്കുന്നത്.
ബേസ് നിൽക്കുന്നത് ലെവൽ 2 ആണ്. ലെവൽ 2 ചെന്നിട്ട് റൂഫ് കൊടുക്കുക. ആർക്കിടെക്ചറിൽ റൂഫ് കൊടുക്കുക. റൂഫ് ബൈ എലമെന്റ് ഫുട് പ്രിന്റ് അങ്ങനെ കുറെ ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഫുട് പ്രിന്റ് കൊടുക്കുക. ഫുട് പ്രിന്റ് കൊടുക്കുമ്പോൾ നമുക്ക് ബൈ ഡിഫോൾട്ട് ഒരു 400ന്റെ റൂഫ് ആയിരിക്കും വരുന്നത്. അത് മാറ്റി നമുക്കൊരു 100 mm തിക്കിലുള്ള റൂഫ് കൊടുക്കാം. റൂഫ് 100 mm ഫ്ലാറ്റ് റൂഫ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 120 mm 100 mm ഇഷ്ടമുള്ള രീതിയിൽ. ഇതിപ്പോൾ സിംഗിൾ സ്റ്റോറി ആണെങ്കിൽ അതിനനുസരിച്ച് തിക്നെസ് കൂട്ടി കുറച്ച് കൊടുക്കാം. അതിന് മെറ്റീരിയൽ വേണ്ടി നമുക്ക് അസൈൻ ചെയ്യാം. നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോ മാംഗ്ലൂർ ടൈൽസ് അങ്ങനെ ഓരോ മെറ്റീരിയലും നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ. ഓക്കെ, എന്നിട്ട് റൂഫ് ജസ്റ്റ് ഇതിന് സിംഗിൾ റൂഫ് ആണെങ്കിൽ ഫുൾ ആയിട്ട് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. 3D നോക്കുമ്പോൾ നമുക്ക് റൂഫ് കാണില്ല, കാരണം എന്താ VG ഓഫ് ആയി. ഓൺ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇത് സപ്പോർട്ട് ചില ടെംപ്ലേറ്റ് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇതിൽ കുഴപ്പമില്ല. നമുക്ക് പക്ഷെ ഡോറ് കിട്ടിയില്ല. പക്ഷെ വേറെ വേർഷനിൽ എനിക്ക് 2017 എനിക്ക് കറക്റ്റ് ആയിട്ട് ഡോറ് വന്നിട്ടുണ്ടായിരുന്നു. റെവിറ്റ് 2017. ഇപ്പൊ ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും VG ചെന്നിട്ട് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരേണ്ടതായിരുന്നു ആ ഒരു ഡോർ കട്ടിങ്. ഫ്ലാറ്റ് റൂഫ് കൊടുക്കാം. ഫ്ലാറ്റ് റൂഫ് വേണമെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യാം. ഇവിടെ ലെവൽ 2 ചെന്നിട്ട് റൂഫ് സെലക്ട് ചെയ്യുക. റൂഫ് നമ്മൾ സെലക്ട് ചെയ്തത് അത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇവിടെ പ്രോപ്പർട്ടീസ് നോക്കിയാൽ മതി. എന്നിട്ട് എഡിറ്റ് ബൗണ്ടറി കൊടുക്കുക. ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ സ്ലോപ്പ് കൊടുക്കണമെങ്കിൽ സ്ലോപ്പ് കൊടുക്കാം. പിന്നെ ഇത് ഓവർഹാങ് കൊടുക്കണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് എത്രയാണെന്ന് ഡിസ്റ്റൻസ് പറഞ്ഞാൽ മതി. എത്ര ഡിസ്റ്റൻസ്, ഒരു 0.5 ഇട്ട് ഓവർഹാങ് കൊടുക്കണമെങ്കിൽ ഓവർഹാങ് കൊടുക്കാം. സെലക്ട് ചെയ്താൽ മതി. 0.5. ഞാൻ ഇങ്ങനെ ശരിക്കും പ്രാക്ടിക്കലി ഇങ്ങനെയുള്ള ആയിരിക്കില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത്ര ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണെന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്യാണ്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെയൊന്നും വീടാരും പണിയില്ല. ഓക്കെ, ഇനി സ്ലോ പ്രൂഫ് കൊടുക്കണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് 3D പോയിട്ട് സെലക്ട് ചെയ്ത് ലെവലിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെവലിൽ ചെന്ന് സെലക്ട് ചെയ്യാം. ഏതാണ് എളുപ്പം അത് അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ 3D വെച്ചിട്ട് 3D റൂഫ് ഇതായിരിക്കും എളുപ്പം. 3D റൂഫ് സെലക്ട് ചെയ്തിട്ട് ലെവൽ 2 ചെന്നു. എന്നിട്ട് എഡിറ്റ് ഫുട് പ്രിന്റ് കൊടുത്തു. എന്നിട്ട് നമുക്ക് സ്ലോപ്പ് കൊടുക്കണമെങ്കിൽ ഡിഫൈൻ സ്ലോപ്പ് ഓൺ ചെയ്യുക. അപ്പൊ എത്ര സ്ലോപ്പാണ് കൊടുക്കേണ്ടത്, ഈ സൈഡിൽ ഒരു സ്ലോപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. അതായത് ഏത് സൈഡിലാണ് സ്ലോപ്പ് കൊടുക്കേണ്ടത് ആ സൈഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ആ സൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ സ്ലോപ്പ് 45 ഡിഗ്രി, ഇപ്പൊ 30 ഡിഗ്രിയാണ് ബൈ ഡിഫോൾട്ട് വന്നത്. അതാണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കറക്റ്റ് ആക്കാം. 45 ഇവിടെ 45 എന്ന് മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് അത് ജസ്റ്റ് ടിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു സൈഡ് മാത്രം സ്ലോപ്പ് വന്നപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വോള് വേണമെങ്കിൽ ഇവിടെ അറ്റാച്ച് ചെയ്യാം. അതായത് അറ്റാച്ച് ബേസ്, അതായത് ഇത് സെലക്ട് ചെയ്തിട്ട് അറ്റാച്ച് ടു ടോപ്പ് ഓർ ബേസ് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ബേസ് കാണിച്ചു കൊടുക്കാം. അപ്പൊ അത് അറ്റാച്ച് ആയി. ഓക്കെ, ഇങ്ങനെ ഇത്രയും സ്ലോപ്പ് വരില്ല കേട്ടോ. നമുക്ക് സ്ലോപ്പ് കുറച്ച് കൊടുക്കാം, അപ്പൊ ഒന്നുകൂടി താഴ്ന്നു വരും. ഓക്കെ, പിന്നെ ഇതിൽ അതെ അറ്റാച്ച് ടു ടോപ്പ് ബേസ്, അതായത് വാൾസ് ഫസ്റ്റ് സെലക്ട് ചെയ്യുക, അറ്റാച്ച് ടോപ്പ് ബേസ് കൊടുക്കുക, എന്നിട്ട് ഇതിന്റെ ബേസ് സെലക്ട് ചെയ്യുക, അത് തന്നെ വന്നോളൂ. ഇതിപ്പം ഒരു വീട് ഇങ്ങനെ ഇരിക്കില്ല. ഒരു വീടിന്റെ ഒരു ഭാഗം, അതായത് 2 സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ മേളിൽ ബാൽക്കണിയുടെ ഒക്കെ പോർഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഒരു സ്ലോപ്ഡ് റൂഫ് കാണാൻ പറ്റും. അത് ഒരു സൈഡ് സ്ലോപ്പ് ഓൺ ചെയ്താൽ ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമുക്ക് 4 സൈഡും സ്ലോപ്പ് ഓൺ ചെയ്യണം. ഇതിപ്പോ ഞാൻ പഴയ പോലെ ആക്കാണ്. 4 സൈഡും സ്ലോപ്പ് ഓൺ ചെയ്യണം. ടിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പൊ ഇവിടെയാണ് ഓൺ ചെയ്തത്. ഇനി വീണ്ടും ആ റൂഫ് സെലക്ട് ചെയ്യുക, എഡിറ്റ് ഫുട് പ്രിന്റ് കൊടുക്കുക. നമ്മൾ വരച്ച ആ ഒരു ബൗണ്ടറി ഇവിടെ കാണാം. ഇത് സ്ലോപ്ഡ് ഉണ്ടായാൽ ഇവിടെ ആ ഒരു സെറ്റ് ബാക്കും കൂടെ ഉണ്ടാവും. ഇപ്പൊ സെറ്റ് ബാക്ക് ഇല്ലായിരുന്നെങ്കിൽ സെറ്റ് ബാക്ക് അവിടെ കാണില്ല. മീൻസ് സെറ്റ് ബാക്ക് കൊടുക്കണായിരിക്കും സ്ലോപ്ഡ് നല്ലത്.
എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഡിഫൈൻ സ്ലോപ്പ്, ഈ സൈഡ് സ്ലോപ്പ് കൊടുക്കുക, എങ്ങനെ ഇരിക്കും നോക്കാം. ഇങ്ങനെ വരും. അങ്ങനെ 4 സൈഡും എടുക്കുകയാണെങ്കിൽ ഒരു കറക്റ്റ് റൂഫിന്റെ ഒരു ഇതിൽ വരും. 4 സൈഡും ഓൺ ഡിഫൈൻ സ്ലോപ്പ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വരും. ഇനി അടുത്തൊരു മെത്തേഡ് ഉണ്ട്, എഡ് ബൈ എക്സ്ട്രൂഷൻ. റൂഫ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ്. ഇത് ഫുട് പ്രിന്റ് മെത്തേഡാണ്. എക്സ്ട്രൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ തൽക്കാലം ഇത് ഡിലീറ്റ് ചെയ്യാണ്. ആ സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ 3Dയിലോ അല്ലെങ്കിൽ എലിവേഷനിൽ ചെന്നിട്ടാണ് വരയ്ക്കുന്നത്. ഇവിടെ ഞാൻ ചെന്നിട്ട് സ്ട്രക്ചർ, ആർക്കിടെക്ചറൽ, റൂഫ് ബൈ എക്സ്ട്രൂഷൻ. ഈ പ്ലെയിനിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പൊ പിക്ക് എ പ്ലെയിൻ കൊടുക്കുക. അല്ല, വർക്ക് ചെയ്യാൻ പറ്റുമോ? പിക്ക് എ പ്ലെയിൻ കൊടുത്തിട്ട് ഏതിലാണ് എവിടെ നമ്മൾ ജസ്റ്റ് ഒരു 2D ലൈൻ വരച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങോട്ടാണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. ആ ലൈൻ വരയ്ക്കുന്ന പ്ലേസ് പറഞ്ഞു കൊടുക്കണം. പിക്ക് എ പ്ലെയിൻ, ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ, എന്നിട്ട് നമുക്ക് വരയ്ക്കാം. കറക്റ്റ് വ്യൂ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു സ്ലോപ്പ് ഇത് കറക്റ്റ് ആക്കി കൊടുക്കുക. കറക്റ്റ് സ്ലോപ്പ്, കറക്റ്റ് ഹൈറ്റ് ഒക്കെ കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഫിനിഷ് ചെയ്തു, വരച്ചു, ഫിനിഷ്. ജസ്റ്റ് ഒരു 2D ലൈൻ പോലെ വരച്ചോളൂ. ഫിനിഷ് ചെയ്തു. നോക്കുമ്പോ കണ്ടോ, ഇത് ഇങ്ങോട്ടേക്ക് ഇത്രയും ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്ത്, ഇവിടെ എനിക്ക് ഇത്രയും ഫ്ലാറ്റ് റൂഫ് മതിയെങ്കിൽ അത് ഡ്രാഗ് ചെയ്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് അലൈൻ ചെയ്യാം. കുറെ ഓപ്ഷൻ ഉണ്ട്. അതായത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുക. അല്ലെങ്കിൽ അത് പറ്റില്ല, കാരണം ഫുട് പ്രിന്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ മോഡിഫൈയില് അലൈൻ ഓപ്ഷൻ ഉണ്ട്. ഈ വോളിനെ അലൈൻ ചെയ്ത് ഇങ്ങനെ ഒരു ഇത് വരണം എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പൊ അത് കറക്റ്റ് ആ വോളിന് ഇതായിട്ടുണ്ട്. എന്നിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ. എന്നിട്ട് ഇവിടെ ഫ്ലാറ്റ് റൂഫ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ബൈ എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ വരച്ചിട്ട് അത് എക്സ്ട്രൂഡ് ചെയ്ത് പോവുക ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ട്രാക്ക് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇത്രയും വരച്ചത് ഫുള്ളായിട്ട് വന്നെന്നുള്ളൂ. നമുക്ക് ആ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ പറയാം. ഈ മാനുവലി ഡ്രാഗ് ചെയ്യണമെന്നോ അലൈൻ ചെയ്യണമെന്നില്ല. സെലക്ട് ചെയ്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസിൽ ചെന്ന് ശരിയാക്കി കൊടുത്താൽ മതി. ഓക്കെ, ശരിക്കും ഈ റൂഫ് എല്ലാം ആർക്കിടെക്ചറൽ കമ്പോണന്റ് ആണ്. അത് നമുക്ക് സ്ട്രക്ചറിലും യൂസ് ചെയ്യാം. നമുക്ക് 2 ലെയർ, അതായത് താഴെ കോൺക്രീറ്റ്, മേളിൽ നമുക്ക് ക്വാണ്ടിറ്റി എന്തായാലും വേണം. അപ്പൊ താഴെ കോൺക്രീറ്റ്, മേളില് മാംഗ്ലൂർ ടൈൽസ് അങ്ങനെ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ട്രസ് വർക്ക് ആണെങ്കിൽ നമുക്ക് ആ ഫുള്ളായി കംപ്ലീറ്റ്ലി ട്രസ് മെറ്റീരിയൽ ഒരു ഷീറ്റ് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ അസൈൻ ചെയ്തിട്ട്, അപ്പൊ നമുക്ക് അതിന്റെ സ്ക്വയർ ഫീറ്റ്, അതിന്റെ ക്വാണ്ടിറ്റി ആണ് സ്ട്രക്ചറൽ ടെംപ്ലേറ്റിൽ എടുക്കുന്നതിന് ഇമ്പോർട്ടന്റ്. അനാലിസിസ് പ്ലസ് ക്വാണ്ടിറ്റിയും കൂടി എടുക്കണമെങ്കിൽ എന്തായാലും നമ്മൾ കറക്റ്റ് ആയിട്ട് മെറ്റീരിയൽ കൊടുക്കണം, കറക്റ്റ് ആയിട്ട് പേര് കൊടുക്കണം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നീട് അത് റെഫർ ചെയ്യാൻ വേണ്ടി, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, നമുക്ക് ഷോർട്ട് കട്ട്, അല്ലെങ്കിൽ നമുക്കല്ല ഒരു സെക്കൻഡ് തേർഡ് പേഴ്സണോ മനസ്സിലാവാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ഫയല് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവണം. നമുക്ക് പെട്ടെന്ന് ഷോർട്ട് കേസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പം റൂഫ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ കട്ടിങ് ഒക്കെ കൊടുക്കാം കേട്ടോ. റൂഫിന് ഈ ഒരു ഫേസിൽ കട്ട് ചെയ്യണമെങ്കിൽ എഡിറ്റ് പ്രൊഫൈൽ അല്ല, ഈ എഡിറ്റ് വർക്ക് പ്ലെയിൻ വെച്ചിട്ട് ഈ പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഓപ്പണിംഗ് പോലെയൊക്കെ കൊടുക്കാം. എന്നിട്ട് അവിടെ അതൊരു ആർക്കിടെക്ചറൽ വ്യൂവിലേക്ക് അത് പോകും. പക്ഷെ സ്ട്രക്ചർ അങ്ങനെ ചെയ്യാതെ വേണമെങ്കിൽ ഓപ്പണിംഗ് കൊടുക്കാം. ഇവിടെ ഒരു ഓപ്പണിംഗ് കാണിക്കണമെങ്കിൽ ഓപ്പണിംഗ് കാണിക്കാം. എഡിറ്റ് വർക്ക് പ്ലെയിൻ കൊടുത്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റെയർ നോക്കാം. ഇത് ക്ലിയർ ആണോ? റൂഫ് ക്ലിയർ ആണോ? നെക്സ്റ്റ് സ്റ്റെയറിലേക്ക് പോവാം. സ്റ്റെയർ 2 ടൈപ്സ് ഓഫ് സ്റ്റെയറിന്റെ ബേസ് എവിടെയാണ് വരുന്നത്? ലെവൽ 1 അതെടുക്കുക. ഇപ്പൊ ഇവിടെ ഒരു സ്റ്റെയർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ
ആർക്കിടെക്ചറിൽ സ്ട്രക്ചറിൽ സ്റ്റെയർ ഇല്ല. ആർക്കിടെക്ചറിൽ സ്റ്റെയർ എടുക്കുക. അതില് സ്റ്റെയർ എടുക്കുക. 2 types ഓഫ് സ്റ്റെയർ ഉണ്ട്. അസംബിൾ സ്റ്റെയർ ഉണ്ട്, മോണോലിത്തിക് സ്റ്റെയർ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇത് പുതിയ വേർഷനിൽ വന്നതാണ് ഇൻഡസ്ട്രിയൽ അസംബ്ലി. അങ്ങനെ കുറച്ച് ബേസിക് 2 സ്റ്റെയർ ഉള്ളൂ, മോണോലിത്തിക്കും അസംബ്ലി സ്റ്റെയർ. മോണോലിത്തിക് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കംപ്ലീറ്റ് കോൺക്രീറ്റ് മോണോലിത്തിക് കമ്പോണന്റ് ആയിട്ട് തന്നെ അത് ആക്ട് ചെയ്യും, അത്രയും സ്ട്രക്ചർ. അസംബ്ലി സ്റ്റെയർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൂടുതൽ സ്റ്റീൽ സ്റ്റെയർസിലൊക്കെയാണ് നമ്മൾ അസംബ്ലി സ്റ്റെയർ, അതായത് അസംബിൾ ചെയ്തെടുക്കുന്നതാണ്. മറ്റേ കോൺക്രീറ്റ് സ്റ്റെയർ ഒക്കെ അത് മോണോലിത്തിക് ആയിരിക്കുമല്ലോ, എന്തായാലും അത് മോണോലിത്തിക്കലി കാസ്റ്റ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ കോൺക്രീറ്റ് സ്റ്റെയർ ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മോണോലിത്തിക് സ്റ്റെയർ എടുക്കുക. അതല്ല സ്റ്റീൽ സ്റ്റെയർസോ അല്ലെങ്കിൽ അസംബിൾ സ്റ്റെയർസ് ഓരോന്നിനും ഡിഫൈൻഡ് ആയിട്ടുള്ള യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റെയർസ്, അതായത് സ്പെഷ്യലി കസ്റ്റമൈസ് ചെയ്ത സ്റ്റെയർസ്. ചില സ്റ്റെയർസിന് റെയിലിങ്സിന്റെ ഒക്കെ അവിടെ ഗ്ലാസ് കൊടുക്കുന്നുണ്ട്. ആ റെയിലിങ്സിന്റെ ടോപ്പിൽ ഒന്നെങ്കിൽ അവർ വുഡൻ മെറ്റീരിയൽ ആയിരിക്കും കൊടുക്കുന്നത്, ഗ്ലാസ് റെയിലിങ്സിന്റെ ടോപ്പിൽ വുഡൻ മെറ്റീരിയൽ ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരൊരു മെറ്റൽ ഏതാണോ മെറ്റീരിയൽ അങ്ങനെ. അപ്പൊ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത സ്റ്റെയർസ് ഒക്കെ നമ്മൾ അസംബിൾ സ്റ്റെയർസ് ആണ് എടുക്കുന്നത്. ഈ മോണോലിത്തിക് സ്റ്റെയർ എടുക്കാം. ജസ്റ്റ് നമുക്കിപ്പം ആർക്കിടെക്ചറൽ ഡ്രോയിങ് ഉണ്ടായിരുന്നെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ മേളിൽ കൂടെ വരച്ചാൽ മതി. ഇപ്പൊ ഞാൻ റഫായിട്ട് സ്റ്റെയർ വരയ്ക്കുകയാണ്. സ്റ്റെയർ വരയ്ക്കുമ്പോൾ സ്റ്റെയർ എടുത്തു, നമുക്ക് റൺ റൈറ്റ് റൺ ലെഫ്റ്റ് ആക്ച്വൽ റൺ വിത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലൈറ്റിന്റെ വിട്ട് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഇവിടെ 0.9 ആണെങ്കിൽ 0.9 കൊടുക്കുക, 1 ആണെങ്കിൽ 1 മീറ്റർ കൊടുക്കുക. റൈറ്റ് കൊടുത്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റെയർ പുറത്തു കൂടി തന്നെ, നമുക്ക് സ്റ്റെയർ അകത്ത് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് കൊടുക്കാം, സ്നാപ്പ് അകത്ത് വരും. പിന്നെ ഇവിടെ ലാൻഡിങ് കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെ കൊടുക്കുക, അത് കറക്റ്റ് ആവില്ല. അപ്പൊ ഇത് പിക്ക് ചെയ്തത് മാറുന്നു. ഒരു വെൽ ടൈപ്പ് സ്റ്റെയർ ആണ് വേണ്ടത്. അപ്പൊ പിക്ക് ചെയ്തത് ഇപ്പുറത്തെ സൈഡ് ആയിരിക്കും. എന്നിട്ട് അത് പിക്ക് ചെയ്തതിന് മുന്നേ ഇത് കൊടുക്കാം, ഫിനിഷ് കൊടുക്കാം. ഇപ്പൊ ലെവൽ 1 to ലെവൽ 2 സ്റ്റെയർ പോകുന്നത് കണ്ട, ബേസ് 1 ലെവൽ 2. ഇവിടെ സ്റ്റെയർ കാണില്ല. അപ്പൊ എന്താ ചെയ്യുക, VG ചെന്ന് അതൊരു ആർക്കിടെക്ചറൽ കമ്പോണന്റ് ആയതുകൊണ്ട് സ്റ്റെയർസ് ഓഫ് ആയിരിക്കും, ഓൺ ചെയ്യും. അപ്പം നമ്മൾ ആഡ് ചെയ്തത് വന്നിട്ടുണ്ട്. നമുക്ക് റെയിലിങ്സ് വേണമെങ്കിൽ അതൊരു ആർക്കിടെക്ചറൽ ഇതാണ്, നമ്മൾ അതൊരു ആർക്കിടെക്ചറൽ കമ്പോണന്റ് ആണ് റെയിലിങ്സ്. അത് ഓഫ് ആണെന്ന് നോക്കാം. VG അത് മോഡൽ കാറ്റഗറീസിലാണ്. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു മോഡൽ കാറ്റഗറീസും അനലിറ്റിക്കൽ കാറ്റഗറീസും അനോട്ടേഷൻ കാറ്റഗറീസും ഉണ്ട്. ഓക്കെ, റെയിലിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റും. നമുക്ക് ഈ സൈഡ് റെയിലിംഗ് വേണമെങ്കിൽ ആ സൈഡ് സെലക്ട് ചെയ്യുക. ഒന്നെങ്കിൽ നമുക്ക് എഡിറ്റ് പാത്ത് കൊടുക്കാം. ഇത് സെലക്ട് ചെയ്തപ്പോൾ ഇത് മൊത്തത്തിൽ വന്നെങ്കിൽ ഈ സൈഡ് വേണം, ഈ സൈഡ് വേണ്ട, അങ്ങനെയൊക്കെ എഡിറ്റ് പാത്ത് കൊടുത്തിട്ട് ഇതങ്ങ് ഡിലീറ്റ് ആക്കി കൊടുത്താൽ മതി. റെയിലിങ്സ് ഓപ്പൺ ലൂപ്പ് ആയാലും കുഴപ്പമില്ല, ഫിനിഷ് ചെയ്യാം. അപ്പം ആ സൈഡ് മാത്രം വന്നു. അത് ഈ സൈഡിൽ ഉണ്ടായിരുന്നത് ആ വാളിനോട് ചേർന്ന റെയിലിങ്സ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എടുക്കാം. ഓക്കെ, പിന്നിപ്പം ഈ ഒരു സ്റ്റെയർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇതൊരു ബേസ് ടൈപ്പ് സ്റ്റെയർ ആണ്. ഫ്ലാറ്റ് ബേസ് ഫ്ലാറ്റ് ആണ്. അതിനെ നമുക്ക് ഇങ്ങനെ ഫോൾഡഡ് സ്റ്റെയർ ആയിരിക്കണം ആക്കാനായിട്ട്. സെലക്ട് ചെയ്തിട്ട് ആ സ്റ്റെയറിന്റെ എഡിറ്റ് ടൈപ്പിൽ പോവാം. അതിൽ റൺ ടൈപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ ഇന്റീരിയർ ഫംഗ്ഷൻ ഇന്റീരിയർ ആണ്. എക്സ്റ്റീരിയർ സ്റ്റെയർ ആണെങ്കിൽ ഇത് എക്സ്റ്റീരിയർ ആക്കി കൊടുത്താൽ മതി. റൺ ടൈപ്പിൽ ചെന്നിട്ട് റൺ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാര്യം ഇവിടുത്തെ ഇത് റൺ വിത്ത് ഫ്ലൈറ്റിന് ഇവിടെ റൺ എന്ന് പറയാം. അപ്പം ഇതിനെയാണ് ഈ സ്ലാബിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ടൈപ്പിൽ പോവാ, റൺ ടൈപ്പിൽ പോവാ. അതില് സ്മൂത്ത് മാറ്റി സ്റ്റെപ്ഡ് ആക്കുക. മോണോലിത്തിക് മെറ്റീരിയൽ എന്ത് മെറ്റീരിയൽ, കോൺക്രീറ്റ് മെറ്റീരിയൽ ആണ് കൊടുക്കണമെങ്കിൽ കോൺക്രീറ്റ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക.
പിന്നെ നോസിങ് ഫിനിഷ് സർഫസ് മേളിൽ കൊടുക്കണമെങ്കിൽ അതിന്റെ നോസിങ് നമുക്ക് പറഞ്ഞ് നോസിങ് ലെങ്തും നോസിങ് പ്രൊഫൈലും അതെല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ കേർവ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യില്ല. അതാണ് ഇത്. ഓക്കെ, അപ്ലൈ. ഓക്കെ, അപ്പം ഇങ്ങനെ ഫോൾഡഡ് ടൈപ്പ് ഓഫ് സ്റ്റെയർ നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു റെയിലിംഗിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ കേർവ്ഡ് ആയിട്ടുള്ള സ്റ്റെയർ അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഈ ഒരു കോർണർ കേർവ് ആക്കി കൊടുക്കണം. അതായത് വോള് ഞാൻ തൽക്കാലം കളയാണ്. ചില പ്രോജക്റ്റിലൊക്കെ ഈ ലാൻഡിങ്ങിന്റെ അവിടെ കേർവ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ അവിടെ വാളില്ല, അല്ലെങ്കിൽ എക്സ്റ്റീരിയർ വാൾ സ്റ്റെയർ ആണെങ്കിൽ കാണാൻ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കണമെന്നെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് സ്റ്റെയർ കൊടുക്കുക. ഇവിടുത്തെ എഡിറ്റ് അല്ല, ഈ എഡിറ്റ് സ്റ്റെയർ കൊടുക്കുക. വീണ്ടും എവിടെയാണ് ലാൻഡിങ്ങിന്റെ അവിടെ ആണെങ്കിൽ വളച്ചു കൊടുക്കണമെങ്കിൽ ആ ലാൻഡിന്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് കൺവേർട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു ഓപ്ഷൻ വരും, ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി. കൺവേർട്ട് എടുത്തിട്ട് ഇത് സെലക്റ്റഡ് ആണ്, എഡിറ്റ് സ്കെച്ച് കൊടുക്കുക. അപ്പം താഴെയല്ല ഇത് വരുന്നത്, നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് വളച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. കുറച്ച് പണിയാണ്. ജസ്റ്റ് ഒന്ന് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തോളൂ. നമുക്ക് ലൈൻ തിക്നെസ് വേണമെങ്കിൽ മാറ്റി കൊടുക്കും. ഫിനിഷ് ചെയ്യും. സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്ത് ഇവിടെ ഓട്ടോമാറ്റിക് സേവ് ഇടയ്ക്കിടയ്ക്കൊന്നും വരും കേട്ടോ ഈ വിൻഡോ. അങ്ങനെ കൊടുക്കണേ. ക്യാഡിലാണെങ്കിൽ നമ്മൾ സേവ് കൊടുത്താലേ വരുള്ളൂ. കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ കേർവ്ഡ് ലാൻഡിങ്ങിന്റെ സംഭവം കേർവ് ചെയ്ത് കൊടുത്തത്. അതിന്റെ ഡയമെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് തന്നെ ചെയ്യുക. റഫ് ആയിട്ട് എടുത്തുന്നുള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഈ റെയിലിംഗ് കറക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിനെ എഡിറ്റ് ചെയ്യണം. അത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് പാത്ത് കൊടുക്കുക. താഴെ വരുന്നതാണ് അത്. പിക് ന്യൂ ഹോസ്റ്റ് കൊടുക്കുക. പിക് ലൈൻസ് കൊടുക്കണമെങ്കിൽ ആ കറക്റ്റ് പ്രൊഫൈൽ പിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. ഫിനിഷ്. കണ്ടോ, ഇങ്ങനെ ബെൻഡ് ചെയ്ത് കറക്റ്റ് വന്നോളൂ. അപ്പൊ ഇവിടെയും ഇത് കൊടുക്കണം. ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇത് ഓപ്പൺ ആയിരുന്നെങ്കിൽ സെലക്ട് ചെയ്യുക, പിക് എഡിറ്റ് പാത്ത് കൊടുക്കുക, പിക് ന്യൂ ഹോസ്റ്റ് എടുക്കുക. അതായത് ഇതിന്റെ മേലിൽ അതിന്റെ ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് അവിടെ ആ ലൈൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഫില്ലറ്റ് ചെയ്യാനുണ്ടോ എന്ന് നോക്കാം. ഫില്ലറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, ഫിനിഷ് കൊടുക്കുക. ഇതിങ്ങനെ നിൽക്കണ്ട, കറക്റ്റ് ഇങ്ങനെ കേർവ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ അതിന്റെ എഡിറ്റ് പാത്ത് കൊടുത്ത് അതിന്റെ പ്രൊഫൈൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ലാൻഡിങ് സ്ലാബിന്റെ തിക്നെസ് കറക്റ്റ് ആക്കാം. അത് ഇവിടെയാണ് എഡിറ്റ് ടൈപ്പിൽ പോയിട്ട് ഇവിടെ റൺ ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റൺ ടൈപ്പ് ലാൻഡിങ് ടൈപ്പ് ഉണ്ട്. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. തിക്നെസ് ഒരു 12 കൊടുക്കണമെങ്കിൽ ലാൻഡിങ് സ്ലാബ് തിക്നെസ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതിപ്പം അതിന്റെ തിക്നെസ് കറക്റ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഡിസൈൻ ചെയ്ത തിക്നെസ് ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഇതിന് മെറ്റീരിയൽ കോൺക്രീറ്റ് ഈ സെയിം മെറ്റീരിയൽ കൊടുക്കാത്തതുകൊണ്ടാണ് വേറെ വേറെ ഇരിക്കുന്നത്. അതിവിടെയാണ് ശരിക്കും കൊടുക്കേണ്ടത്. എഡിറ്റ് ടൈപ്പ് ചെന്നിട്ട് ലാൻഡിങ് ടൈപ്പിന്റെ അവിടെ മെറ്റീരിയൽ മാറ്റി കൊടുക്കാത്തതുകൊണ്ടാണ്
രണ്ടും രണ്ട് കളറായിട്ട് നിൽക്കുന്നത്. ശരി, ഓക്കെ. ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ?